വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്ന് തന്നെയാണ് ഇന്നും തുടക്കം. കേന്ദ്ര നിലപാട് ആവർത്തിക്കുന്നു കേന്ദ്രം എന്നതാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് VGF തിരിച്ചടയ്ക്കണമെന്ന നിലപാടിൽ യാതൊരു മാറ്റവും വരുത്താനുള്ള ഉദ്ദേശമില്ല എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. കേരളത്തിനോട് സഹായ മനോഭാവം കാണിക്കണം എന്ന മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന രീതിയിലുള്ള ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് അതിൽ വീണ്ടും ആവർത്തനം ഉണ്ടായിരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ VGF തിരിച്ചടയ്ക്കണമെന്ന നിലപാട് ആവർത്തിച്ച് പറയുകയാണ്. വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്നുള്ള നിലപാട് മാറ്റാനാകില്ല എന്നും തൂത്തുക്കുടി മാതൃക നടപ്പിലാക്കില്ല എന്നുമാണ് കേന്ദ്രം പറയുന്നത്. തൂത്തുക്കുടി മാതൃക നടപ്പിലാക്കുമ്പോൾ, അതായത് ആ സംസ്ഥാനത്തിന് അത് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് അർഹിക്കുന്നുണ്ട് എന്ന നിലപാട് നമ്മൾ പറയുമ്പോൾ കേന്ദ്രം അത് പാടെ നിരാകരിക്കുന്നു എന്നതാണ്. പക്ഷേ അതിൽ അങ്ങനെ പറയുമ്പോഴും കേന്ദ്രം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും ഈ VGF എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ നിലയിൽ ഗ്രാൻഡായി തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടതാണ്. ഓരോ സംസ്ഥാനത്തിന്റെയും അടിസ്ഥാന വികസന സൗകര്യത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അതത് സർക്കാരുകൾ സഹായത്തിനായി നൽകുന്ന തുകയാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഗ്രാന്റാണ് VGF. അതൊരിക്കലും പലിശയല്ല, പലിശ സഹിതം തിരിച്ചടക്കേണ്ടതല്ല, വായ്പയല്ല. പക്ഷെ അങ്ങനെ ഈ VGF എന്ന സംവിധാനത്തെ തന്നെ ഉണ്ടാക്കുന്നതിന്റെ ആ അടിസ്ഥാനം തന്നെ ഇവിടെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണ്. 2005 സംസ്ഥാനങ്ങളോടുള്ള പൊതുനയത്തിന് വിരുദ്ധമായ ഒരു നിലപാട് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്നത്. 2005 ഈ VGF ആദ്യമായി വരുന്നത്. അതിന്റെ അടിസ്ഥാനം തന്നെ സംസ്ഥാനങ്ങളെ ഈ നിലയിൽ കേന്ദ്രം സഹായിക്കുക എന്നുള്ളതാണ്. 2005 മുതൽ 238 ഓളം പദ്ധതികളിൽ VGF-ൽ കേന്ദ്ര സർക്കാരുകൾ തുക നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യമായാണ് ഈ നിലയിൽ അത് വായ്പയാണ്, ഒരു സംസ്ഥാനം അത് തിരിച്ചു നൽകണമെന്നൊരു കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് അത് രാഷ്ട്രീയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കൂടിയാണ്. ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 12,000 കോടിയുടെ അധിക ബാധ്യതയാണ് ഈ VGF തിരിച്ചടയ്ക്കുക എന്ന നിലയ്ക്ക് വന്നാൽ സംസ്ഥാനത്തിന് സംഭവിക്കുന്നത്. രാജ്യസഭാ MP RS ബീരാന്റെ ചോദ്യത്തിലാണ് കേന്ദ്രം ഈ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യസഭാ MP ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് നിലപാട് ആവർത്തിച്ചത്. വരുമാന വിഹിതം പങ്കുവയ്ക്കണമെന്നുള്ള നിലപാട് മാറ്റാനാവില്ലെന്ന കേന്ദ്രം മറുപടി നൽകി. VGF-ന്റെ അടിസ്ഥാന മാനദണ്ഡത്തിന് വിരുദ്ധമായി ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിലൂടെ 12,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരളത്തിനുണ്ടാവുക. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും നൽകണമെന്ന ആവശ്യം പലതവണ കേരളം മുന്നോട്ട് വെച്ചിട്ടും തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും തൂത്തുക്കുടി തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന തുറമുഖമാണെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കേന്ദ്ര നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനകം കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വിഹിതമായി കേന്ദ്ര സർക്കാരിന് ലഭിക്കും. എന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരായ നിലപാട്. VGF-ന് പുറമെ 4,777.14 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത്. രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിനുമേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന നിലപാട് കടുപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.